നന്മ 24ലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ടി സമ്മേളനങ്ങളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നം, ആ പ്രദേശത്തുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം, ആ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് വളരെ അപൂർവമാണ്. ഏതായാലും തൃക്കാക്കര നഗരസഭ IT നഗരമാണ്, ജില്ലാ ആസ്ഥാനമാണ്. പക്ഷേ അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ്. ഏതായാലും CPMൻ്റെ തൃക്കാക്കര ഏരിയ സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാക്കരയുടെ ഓണം പാർക്കിൽ ഒരു വികസന സെമിനാർ സംഘടിപ്പിച്ചു. വളരുന്ന തൃക്കാക്കര നഗരസഭ പുതിയ വികസന കാഴ്ചപ്പാട്. ഇതിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് AG ഉദയകുമാർ നിർവഹിച്ചു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിവിധ അഭിപ്രായങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്കെല്ലാവർക്കും ഒരു കാഴ്ചപ്പാടും ഒരു വീക്ഷണവും ഒരു നിലപാടും ഒക്കെ ഉണ്ടാവും. ആ വ്യത്യസ്തമായ നിലപാടുകളുള്ളവർ തമ്മിൽ യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശയ സംഘർഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നല്ലതിനെ എങ്ങനെ നമുക്ക് ചേർത്ത് വെച്ച് നമ്മുടെ ഈ നഗരത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാം എന്നൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിന്റെ ജനാധിപത്യപരമായ ഒരു പ്രവർത്തന രീതിയുടെ ഒരു പ്രയോഗമാണ് എന്നൊരു സെമിനാറായി ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഈ വിഷയം വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വികസന സെമിനാറുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ഈ തൃക്കാക്കര മണ്ഡലം എന്ന ഒരു വലിയ ഒരു ഭൂമികയിലാണ് അതിന്റെ ചർച്ചയൊക്കെ പലപ്പോഴും നടക്കാറ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഊന്നാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചർച്ച നമുക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ ആലോചിച്ചു. അത് ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ കേരളത്തിലെ നഗരസഭകൾ എടുത്താൽ അതിൽ ഏറ്റവും നല്ല വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ. ആ നഗരസഭയ്ക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനാവും. അങ്ങനെ ഇടപെടാൻ കഴിയാവുന്നതിൽ തനതായ ആ ഫണ്ട് ഉപയോഗിച്ച് നിയമപരമായി നമുക്ക് ഇടപെടാൻ കഴിയാവുന്ന മേഖലകൾ ഏതെല്ലാമാണ്. ആ മേഖലകളിൽ നിലവിലുള്ള നിയമത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ടാവും. ആ പരിമിതികൾക്കകത്ത് നിന്ന് മാക്സിമം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ തൃക്കാക്കര എന്ന് പറയുന്നത് നമുക്ക് പശ്ചാത്തല സൗകര്യമായി എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് നഗരസഭയുടെ, അതാണ് ഞാൻ എടുത്തെടുത്തപ്പോഴും പറയുന്നൊരു കാര്യം. നിയമസഭയുടെ എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു പ്രദേശം നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ നഗരസഭ എന്ന് പറയുമ്പോൾ ആ നഗരസഭയ്ക്കകത്ത് വരുന്ന വിവിധങ്ങളായ ആളുകളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തപ്പോ ഇത് വെറുതെ പലരും ഞങ്ങളോട് ചോദിച്ചു. വന്നപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചു, ഇതിങ്ങനെ നമ്മുടെ വികസന സെമിനാർ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് സെമിനാറുകൾ ഇങ്ങനെ നടത്തും. പക്ഷെ ഞങ്ങൾ ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനമായി ഇത് ഡോക്യുമെന്റ് ചെയ്യണം എന്ന് തന്നെ ആലോചിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മളിപ്പോൾ ലൈവ് എന്നതിനേക്കാൾ ഉപരി ലൈവ് ഇല്ലാണ്ടിരുന്നാലും ഞാൻ അവരോട് പറഞ്ഞു ഇത് വീഡിയോ എടുക്കണം. 2 ഷീറ്റും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ അകത്തോട്ട് കയറി. കാരണം ഇന്നലെ നമ്മൾ ഇത് എടുത്തപ്പോൾ നമ്മളിപ്പോൾ 17ഓളം വരുന്ന അനുബന്ധ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് കഴിഞ്ഞാൽ, ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞാലും വിവിധങ്ങളായ ആളുകൾ വന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കുകയും നമുക്ക് നന്നായി സ്വീകരിച്ച് ഒരുമിച്ച് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നല്ല നിലയ്ക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു കൂട്ടായ്മ നമുക്ക് രൂപപ്പെടണം. ആ കൂട്ടായ്മ രൂപപ്പെടുമ്പോൾ നമുക്കതെങ്ങനെ ചെയ്ത് തീർക്കാം എന്നതായിരിക്കണം നമ്മുടെ പിന്നിലുള്ളത്. എങ്ങനെ നമുക്ക് 1, 2, 3 പ്രയോറിറ്റി ഇട്ടതെല്ലാം ചേർക്കാം. അതിന് ചിലപ്പോ നമുക്ക് ഇടപെടേണ്ടതായ അപ്പൊ കൂട്ടായി നമുക്ക് ഇടപെടാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യാനും ആ നിലയ്ക്ക് നമ്മൾ ഈ പ്രവർത്തനങ്ങളെ കാണാൻ. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ വിവിധ അനുബന്ധ പരിപാടികൾ, ഇന്നലെ മീഡിയയെ കുറിച്ചുണ്ടായിരുന്നു, മാധ്യമങ്ങളെ കുറിച്ചുണ്ടായിരുന്നു, അതേപോലെ തന്നെ മഹിളകളുടെ ഒരു കൂട്ടായ്മകളുണ്ട്, എല്ലാ മേഖലയും യുവജനങ്ങളുടെ ഞങ്ങളെടുത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മയക്കുമരുന്നിനെതിരായിട്ടാണ്. ലഹരി നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന നിലയിലേക്ക് മാറുന്നുണ്ട്. വർഗീയതയ്ക്കെതിരായിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എടുത്തതിൽ നിന്നും ഏറ്റവും പ്രധാനമായി നമ്മൾ തൃക്കാക്കരയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. ഞങ്ങൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിന്റെ ഒരു സ്വസംഘം എന്നുള്ള ഇതിന്റെ ഒരു ചെറിയ സബ് കമ്മിറ്റി ഉണ്ടാക്കി. ആ സബ് കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ ഗംഭീരമായി അവര് നല്ല നിലയ്ക്ക് നടത്തി എന്നുള്ളതാണ് ഈ കാണുന്ന ജനങ്ങളുടെ ഇത് ഒരു പാർട്ടി ഫോറം അല്ല. സുമാരത്തോട് എപ്പോഴും പലപ്പോഴും പാർട്ടിയിലുള്ള ആളുകളായിരിക്കും ബഹുഭൂരിപക്ഷം വരിക. ഇപ്പൊ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. പാർട്ടിക്കാരുണ്ട്, പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഇതിൽ പങ്കെടുത്തുകൊണ്ട് നല്ല നിലയ്ക്ക് നിർദ്ദേശങ്ങളും അതേപോലെ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കാൻ കഴിയാവുന്ന
നല്ല നിലയിലുള്ള ഒരു പരിശോധന നമ്മുടെ തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റു മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകൾ, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരുടെയും ഒക്കെ ഒരു പങ്കാളിത്തം ഇതിൽ ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനം അത്രത്തോളം നല്ല നിലയിൽ പ്രവർത്തിച്ചു. കൗൺസിലർമാരുടെയും ഒക്കെ പങ്കാളിത്തം ഇതിന്റെ അകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യം ഞാനതിന് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികളുടെ നിർദ്ദേശങ്ങളും എന്തെല്ലാമാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കതിൽ വളരെ പ്രധാനമായി ഊന്നേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഗതാഗതത്തിന്റെ പ്രശ്നമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഗതാഗതത്തിന്റെ പ്രശ്നങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നഗരസഭയിൽ, ഞാൻ അതാണ് എടുത്തു പറയുന്നത്, നഗരസഭയുടെ ഫണ്ടിൽ നിന്നും നഗരസഭയ്ക്ക് പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഗതാഗതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. മറ്റൊന്ന് നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ളത് പഴയ കാലത്ത് പരമ്പരാഗതമായി താമസിച്ചിരുന്ന ജനവിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വന്ന് താമസിക്കുന്ന ആയിരക്കണക്കിനോളം വരുന്ന ഫ്ലാറ്റുകൾ, ഇപ്പൊ നമ്മൾ കണക്കെടുത്തപ്പോൾ ഏകദേശം 1000-നും 1500-നും ഇടയ്ക്ക് ഫ്ലാറ്റുകൾ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന്റെ ബഹുഭൂരിപക്ഷവും തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? അവർക്ക് നിരവധി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. വില്ലകളിൽ താമസിക്കുന്നവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും ചേരികളും അതേപോലെ നഗരങ്ങളുമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് പിൻ പോയിന്റ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാവുന്ന നിലയിൽ ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നത് ഈ പറയുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കഴിയാവുന്ന രീതിയിൽ ഇപ്പോ ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെതായ ഒരു മാനിഫെസ്റ്റോയായി രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വെച്ച് നമുക്കൊരു മാനിഫെസ്റ്റോയാക്കി ഇത് രൂപപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെടുമ്പോൾ ഒരു കരുത്തായിരിക്കും അത്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയത്തിനതീതമായ കക്ഷിരാഷ്ട്രീയത്തിനതീതമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു എന്ന് പറയും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ മാലിന്യ പ്രശ്നം നമ്മുടെ ഒരു വിഷയമാണ്. ആ മാലിന്യ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? നമ്മൾ കൂട്ടായി വിചാരിച്ചാൽ നമുക്ക് തന്നെ അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്. കൃഷിയെ നമുക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? അപ്പോൾ ആരോഗ്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം കിടക്കുന്നത്. ഈ മാലിന്യ പ്രശ്നം സംസ്കരണം നടത്തി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് എങ്ങനെ കൃഷിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ സാധ്യമാകും? അപ്പൊ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കിപ്പോ വലിയ രീതിയിലുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും വീടുകളിൽ എങ്ങനെയെല്ലാം ഇത് ഉപയോഗിക്കാം, ഈ വളങ്ങളാക്കി ഇതിനെങ്ങനെ ഉപയോഗിക്കാം, ഇതിനെ നമുക്ക് എങ്ങനെ വിവിധ ഇടങ്ങളിൽ വികേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ സംസ്കരിക്കാം എന്ന പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ആരോഗ്യ മേഖലക്കകത്ത് നമ്മൾ വലിയ രീതിയിൽ ഇപ്പോൾ ഭീഷണി, നമുക്ക് ഡെങ്കിപ്പനി ഉണ്ടാകുന്നു, മറ്റ് പല പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ നമുക്ക് ഈ നഗരസഭയിൽ നിന്നുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ എങ്ങനെയാവും? അതിന് നഗരസഭയുടെ കടമകൾ എന്തെല്ലാമാണ്? അതിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിലെ ഏതെല്ലാം മേഖലയിലാണ് ഓരോ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകുന്നത്? ഞങ്ങൾ നവകേരള സദസ്സ് നടക്കുമ്പോഴായിട്ടാണ് റെസിഡൻസ് അസോസിയേഷന്റെ യോഗം വിളിച്ചപ്പോൾ അവർ പറഞ്ഞൊരു അഭിപ്രായം, റെസിഡൻസ് അസോസിയേഷനുകളുടെ അഭിപ്രായങ്ങളെ കേൾക്കാനായിട്ട് പലപ്പോഴും നഗരസഭകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരെല്ലാം അഭിപ്രായങ്ങളുണ്ട്, അതെല്ലാം ഒരു ബോഡിയായി മാറാണ്. ഒരു പ്രദേശത്തെ ആകെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്കും സാധ്യമാകുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകളുടെ അഭിപ്രായവും നമുക്ക് കേൾക്കാൻ പറ്റണം. അപ്പൊ ഓരോ മേഖലകളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളെ സ്വരൂപിച്ചെടുത്ത് അതിനെ ഒരു പ്രവർത്തന പദ്ധതിയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാവുന്ന നിലയിൽ നമുക്ക് ഒരു നല്ല നിലയ്ക്കുള്ള ഒരു വികസന പ്രൊജക്ട് നമ്മുടെ മുന്നിൽ തയ്യാറാക്കാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കമായി ഇതിനെ കാണണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അജണ്ടയ്ക്കകത്ത് ഈ നഗരസഭയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ അത് സാധ്യമാകുന്നതാണ്. മറ്റു നമുക്ക് ഒരുപാട് നിയമപ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും ഈ നഗരസഭയിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിൽ എല്ലാവരെയും കോർത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു പ്രതിഷേധമായി വരേണ്ട സമയങ്ങളിൽ അതിനൊരു പ്രതിഷേധിക്കാനുമുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. അതൊരു കക്ഷി രാഷ്ട്രീയം നോക്കാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ജനങ്ങളുടെയായ പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള കൂടിച്ചേരലുകളിൽ നമുക്കെല്ലാം കൂടിച്ചേരാൻ കഴിയാവുന്ന നിലയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ നമുക്ക് നടത്തേണ്ടി വരും. അതിനെല്ലാം കൂട്ടായ്മ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ ഈ വികസന സെമിനാറിനെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ ഇവിടെ നടക്കുന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ കാര്യമാകട്ടെ. വളരെ നന്നായിരുന്നു, ആഗ്രഹിച്ച പോലാണ്. ഇതിൽ പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു പദ്ധതി ഉദ്ഘാടനത്തിൽ തീരുന്നില്ല, അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസും ഈ പദ്ധതിയുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു പദ്ധതി വരുമ്പോൾ ഇത് രണ്ടും ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പ്രധാനമായിട്ടും ഇൻഫോ പാർക്ക് സൗത്ത് ഗേറ്റിൽ നിന്ന് തുടങ്ങി കിൻഫ്ര, രാജഗിരി, അതുപോലെ വാട്ടർ മെട്രോ, സെപ്സ്, മാവേലിപുരം, പിന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി, ING ജംഗ്ഷൻ, നമ്മുടെ കൃഷ്ണഗിരി, പിന്നീട് മെയിൻ ഗേറ്റ്, ഇങ്ങനെ വരുന്ന ഒരു ഇലക്ട്രിക് ബസ്, അത് തിരിച്ചും അങ്ങനെയുള്ള ഇലക്ട്രിക് ബസ്സിന്റെ ഒരു സംവിധാനം നഗരം ചുറ്റി വേണമെന്നുള്ള നിർദ്ദേശമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് സംസാരിച്ച പ്രോത്സാഹനം പറഞ്ഞ പെഡസ്ട്രിയൻ സോൺസ് വളരെ പ്രധാനപ്പെട്ടാണ്, അത് നിർദ്ദേശം വന്നിട്ടുണ്ട്.
കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കേണ്ട സ്ഥലവും അതുപോലെ സ്മാർട്ട് ക്രോസ് വാക്സ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ഒരു സിഗ്നലോ കാര്യങ്ങളോ ഇല്ല, നേരത്തെ ഇവിടെ സംസാരിച്ചു. അത് വളരെ വ്യക്തമായി വേണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഗതാഗതമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അർബൻ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഗ്രീൻ സ്പേസ് വന്നിട്ടുണ്ട്. പബ്ലിക് പാർക്സ് ആൻഡ് ഗാർഡൻസ്, ചെറിയ ഒരു സ്പേസ് ആണെങ്കിൽ പോലും അത് നിലനിർത്തേണ്ടതുണ്ട്. ബാംഗ്ലൂർ പോലെ മനോഹരമായ നഗരങ്ങളിൽ ചെറിയ ചെറിയ പാർക്കുകളുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടതും വ്യാപാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സ്ഥലങ്ങൾ 5-6 സെന്റിൽ ചെയ്യാൻ പറ്റുന്ന പാർക്കുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി വികസിപ്പിക്കണമെന്നാണ് അടുത്തൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. അതുപോലെ സ്ട്രീറ്റ് ട്രീസും നഗരത്തിന് ഉള്ള ഭംഗി കൂട്ടുന്ന മരങ്ങളും അലങ്കാര വൃക്ഷങ്ങളും അതുപോലെയുള്ള ചെടികളും നട്ടുപിടിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അർബൻ ആർക്കിടെക്ചർ വന്നിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഗാർഡൻസ് ആണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇത് കമ്മ്യൂണിറ്റി ഗാർഡൻസും അതുപോലെ കമ്മ്യൂണിറ്റി ഫാമിംഗ് പോലുള്ള കാര്യങ്ങളാണ് അടുത്ത ദിവസം വന്നിട്ടുള്ളത്. പിന്നീടുള്ളത് ആർക്കിടെക്ചർ റിനോവേഷൻ ആൻഡ് പ്രസന്റേഷൻ. ഇത് വളരെ പ്രധാനമായിട്ട് ഹിസ്റ്റോറിക് ബിൽഡിംഗ്. ഇപ്പൊ എനിക്ക് തൊട്ടും സംസാരിച്ച പ്രോത്സാഹനം പറഞ്ഞ പോലെ തന്നെ പാണ്ഡവയുടെ കാര്യങ്ങൾ പറഞ്ഞു. ഹിസ്റ്റോറിക് ബിൽഡിംഗ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, അതുപോലെ കണ്ടംപററി ആർക്കിടെക്ചർ, ഇത് നമ്മൾ സംരക്ഷിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ് നടത്തുന്നത്. പിന്നീടുള്ളത് പബ്ലിക് ആർട്ട് ആൻഡ് മ്യൂറൽസ്, ചിത്രകല, ചുമർ ചിത്രങ്ങൾ. അത് തൃപ്പൂണിത്തുറ പോലുള്ള നഗരങ്ങളിൽ നമ്മൾ ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നല്ല ഭംഗിയായിട്ട് ചുമർ ചിത്രങ്ങളുള്ള പൊതുസ്ഥലങ്ങളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ നമുക്കും പബ്ലിക് ആർട്ട് ആൻഡ് മ്യൂറൽസ് വേണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം. അടുത്തത് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ആൻഡ് എക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സ്. നേരത്തെ സംസാരിച്ച ശ്രീ ശ്രീകുമാരനായരോട് പറഞ്ഞു നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അപ്പൊ സാർ, നമ്മുടെ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളിൽ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ നമുക്ക് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ വാട്ടർ കൺസർവേഷൻ, എനർജി എഫിഷ്യൻസി ബിൽഡിംഗ് ആണ് അടുത്തത്. സോളാർ പോലുള്ള പാനലുകൾ, നമുക്ക് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കെട്ടിടങ്ങൾ വേണമെന്നുള്ളതാണ് അടുത്തത്. പിന്നെ അടുത്തത് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് പബ്ലിക് പ്ലേസസ്. നമുക്ക് പൊതുസ്ഥലങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഇരിപ്പിടങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഡസ്റ്റ് ബിന്നുകൾ, അതുപോലുള്ള വേസ്റ്റ് ബിന്നുകളെല്ലാം ഒരു പ്രത്യേക രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ് അതിനുവേണ്ടി വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. പബ്ലിക് സ്ക്വയർസ്, മിക്ക നഗരങ്ങളിലും ഒരു ചതുരമുണ്ട്. നമുക്കിവിടെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു പബ്ലിക് സ്പേസ്, ഒരു ചതുരമില്ല. NGO പർപ്പസിലെ അത് നമുക്കതൊരു ഫൗണ്ടനായിട്ടോ ക്ലോക്ക് ടവർ ആയിട്ടോ വികസിപ്പിക്കാവുന്നതാണ്. അതൊരു നല്ല ആശയമായിരിക്കും വിചാരിക്കുന്നു. അതുപോലെ ലൈറ്റിംഗ് ആൻഡ് ഇലുമിനേഷൻ, അത് നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നല്ല അലങ്കാരിക വിളക്കുകൾ സ്ഥാപിക്കുക, അതുപോലെ ലൈറ്റപ്പ് ചെയ്ത് ഭംഗി കൂട്ടുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. സ്മാർട്ട് സിറ്റി ഫീച്ചേഴ്സിലായി വന്നിരിക്കുന്നത് വൈഫൈ ഹോട്ട്സ്പോട്ട്സ് ആണ്. ഫ്രീ വൈഫൈ ഹോട്ട്സ്പോട്ട്സ് കൂടുതൽ നമ്മുടെ കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ദിനം പ്രതി യാത്ര ചെയ്യുകയും മറ്റു പല കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഫ്രീ വൈഫൈ ഹോട്ട്സ്പോട്ട് പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ ഡിജിറ്റൽ സർവീസസ്, ഈ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും ഓൺലൈൻ സർവീസുകളുണ്ട്. അതിനുവേണ്ടി ഒരു ഈ കിയോസ്ക് അതിന്റെ പുറത്ത് അതുപോലെ പബ്ലിക് സ്പേസുകൾ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളൊരു ആശയമുണ്ട്. അടുത്തത് കമ്മ്യൂണിറ്റി ആൻഡ് കൾച്ചറൽ സെന്റേഴ്സ്. കൾച്ചറൽ സ്പേസസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. നമുക്കൊരു ഓപ്പൺ എയർ തിയേറ്റർ പോലുള്ള സംവിധാനങ്ങൾ വേണം. അതൊരു നിർദ്ദേശമായിട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹബ്ബുകൾ വേണം. അതുപോലെ ഇവന്റ് സ്പേസസ് വേണം. നമുക്കൊരു ഇവന്റ് നടത്താനായിട്ടുള്ള സ്പേസുകൾ വേണം എന്നുള്ളതാണ് അടുത്തൊരു നിർദ്ദേശം. വളരെ പ്രധാനമായിട്ട് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. സ്ട്രീറ്റ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് CCTV, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിംഗ്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റി മുൻഗണന എടുത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളാണ്. എമർജൻസി സർവീസസ്, ആംബുലൻസും അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആശുപത്രിയിലേക്ക് ബന്ധപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമ്മളത് പബ്ലിക് സ്പേസിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമാവും. പിന്നീടുള്ളത് വാട്ടർ ഫ്രണ്ട് ആൻഡ് റിക്രിയേഷണൽ ഡെവലപ്മെന്റ്. നമുക്ക് 2 കാടമ്പയാറും അതുപോലെ ഇൻഫോ പാർക്കിന്റെ മുമ്പിലുള്ള ഒരു ചെറിയ ആ ഒരു കനാലും നമ്മൾ വികസിപ്പിച്ച ഒരു വാക്ക് വേ പോലുള്ള ക്യൂൻസ് വേ ഒക്കെ പോലെ ഭംഗിയാക്കിയാൽ വളരെ മനോഹരമാവും. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നേരത്തെ സംസാരിച്ച ഇപ്പോൾ സാർ പറഞ്ഞ ലോക്കൽ ബിസിനസ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ്. നമ്മൾ ലോക്കലി നമ്മുടെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. തൃക്കാക്കര ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു മലയാളിയായിട്ട് വളരെയധികം സാംസ്കാരികപരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഓണത്തിന്റെ ഉത്ഭവമാണ്, മഹാബലിയുടെ സ്ഥലമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറൽ ഒരു ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലോ നമുക്ക് സംഘടിപ്പിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ ഇവന്റ്, അത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങൾ പോലും സംഘടിപ്പിക്കാവുന്നതാണെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു മാർക്കറ്റ് പ്ലേസ് നമ്മുടെ വേണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും എല്ലാം വ്യാപാരം നടത്താനായിട്ടുള്ള ഒരു വിപണി എന്നുള്ള നിലയ്ക്ക്. പിന്നീട് ഇതേപോലെ തന്നെ വളണ്ടിയർ പ്രോഗ്രാംസ്. ഇപ്പോൾ നമ്മുടെ മാവേലിപുരം അതുപോലെ റെസിഡൻഷ്യൽ അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ട്രീ പ്ലാന്റിങ്ങും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഒരു വളണ്ടിയർ പ്രോഗ്രാം, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനങ്ങളെല്ലാവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത് ഹെൽത്ത് ആൻഡ് വെൽനസ്. അതിനോട്ടൊരു ഓപ്പൺ എയർ ജിം പോലുള്ളത്. നമ്മളിപ്പോൾ
മറൈൻ ഡ്രൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, അറ്റത്ത് ഓപ്പൺ എയർ ജിം ഉണ്ട്, ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് എല്ലാം ഓപ്പൺ എയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനം വേണം. പിന്നെ ഒരു ഫുഡ് ഔട്ട്ലെറ്റ്സ്, നമ്മുടെ ഇവിടെ തൃക്കാക്കരയിൽ ഒരുപാട് തട്ടുകടകളും മറ്റുള്ള കടകളെല്ലാം നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ തൃക്കാക്കര നിയമസഭ മുൻകൈ എടുത്തിട്ട് അതെല്ലാം ഒരു യൂണിഫോം രീതിയിൽ, ഒരേ രീതിയിലുള്ള ഡിസൈനും ഒരേ രീതിയിലുള്ള വലുപ്പത്തിലും അങ്ങനെയുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സുകൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പിന്നെ ഗ്രീൻ ടോയ്ലറ്റ്സ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വളരെ പരമപ്രധാനമായ ഒരു നഗരസഭയായിട്ട് പോലും നമുക്കൊരു പൊതു ശുചീകരണ മുറിയോ ഒന്നുമില്ല, ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പബ്ലിക് ബയോ ടോയ്ലറ്റ് ടോയ്ലറ്റ്സ് പോലുള്ള സംവിധാനങ്ങൾ വേണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചിട്ട് ഇത് സമിതി സമർപ്പിക്കുകയാണ്. കാൽനടക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക്, കുട്ടികൾക്ക് നിർഭയമായി 1 കിലോമീറ്റർ നടന്നു പോകാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് ഈ കാക്കനാടിൻ്റെ ഹൃദയഭാഗം. ഒട്ടും പ്രാധാന്യം കുറയാത്ത രീതിയിൽ തങ്ങൾ പ്രവർത്തിക്കുന്ന നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ നഗരസഭയിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, വളരെയധികം ആളുകൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാനുള്ള സന്നദ്ധത കാണിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ സെമിനാർ വളരെയധികം നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം, ഈ നഗരസഭയുടെയും മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ പ്രവർത്തന മേഖല ഇന്ന് വളരെ വിപുലമായിട്ടുണ്ട്. മാത്രവുമല്ല, ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അവർക്കൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പരിപൂർണമായ അധികാരവും നൽകിയിട്ടുണ്ട്. സ്വന്തമായി പദ്ധതികൾ വിഭാവനം ചെയ്യുകയും അത് നടപ്പിലാക്കുന്നതും സംബന്ധിച്ച് തനത് വിഭവശേഷി പൂർണ്ണമായി ഉപയോഗിക്കുന്നതിൽ യാതൊരു തടസ്സവും ഇന്ന് ഈ സ്ഥാപനങ്ങൾക്കില്ല. കയ്യിലുള്ള സമ്പത്ത് ഉപയോഗിച്ച് അവയ്ക്കൊക്കെ പ്രശ്നപരിഹാരം നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഇടപെടുന്ന വിവിധ പ്രശ്നങ്ങൾ, കുടിവെള്ളമായാലും മാലിന്യ സംസ്കരണമായാലും അതുപോലെ തന്നെ ട്രാഫിക് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ആണെങ്കിലും, ഇതിലൊന്നും തന്നെ ഇന്നത്തെ ആധുനിക സമൂഹത്തിന് വളരെ പ്രായോഗികമായ സാങ്കേതിക പരിപാടികൾ, പദ്ധതികളിലൂടെ അവയ്ക്കൊക്കെ പരിഹാരം നേടാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അതായത് ഇത് സാങ്കേതികത്വത്തിൻ്റെയോ അല്ലെങ്കിൽ അക്കാര്യത്തിലുള്ള അറിവിൻ്റെയോ ടെക്നോളജിയുടെയോ ഒന്നും പ്രശ്നമല്ല, ഇത് നടത്തിപ്പിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നിലവിലുള്ള ആളുകളുടെ കഴിവും പ്രാപ്തിയും അതുതന്നെ വേണ്ടത്ര അനുഭവശേഷിയൊക്കെ ഉള്ള ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ ചേർത്ത് വേണ്ട രീതിയിൽ വിഭാവനം ചെയ്താൽ ഇന്ന് നാം ഇവിടെ കാണുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നമുക്ക് കഴിയും. വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ ഈ പ്രദേശത്തെങ്ങാനും പെട്ടുപോയാൽ അതിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാട് വളരെ ഗുരുതരമാണെന്നൊക്കെ അറിയാം. അതിന് കാരണം എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അനുസ്യൂതമായ വികസനം, ആ വികസനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള യാതൊരു വിധത്തിലുള്ള പ്രായോഗിക നടപടികളും സ്വീകരിക്കാത്ത ഒരു സമീപനം, അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളിൽ നേരിടുന്ന വളരെ ഗുരുതരമായ ട്രാഫിക് പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം അതാണ് നോക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഇൻഫോ പാർക്കും തൃക്കാക്കരയൊക്കെ എന്ന് പറയുന്നത്. ഏതാണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50% വന്നിട്ടില്ല. നമുക്ക് എന്തുകൊണ്ട് ബദൽ ഗതാഗത മാർഗങ്ങൾ സൃഷ്ടിച്ചുകൂടാ? ഈ ചോദ്യമാണ് ഈ സെമിനാറിൽ പ്രധാനമായി ഉയർന്നു വരേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പൊതുമരാമത്തിൻ്റെ റോഡുകളെ മാത്രം ആശ്രയിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഈ മെട്രോയുടെ വർക്ക് നടക്കുന്ന സന്ദർഭത്തിൽ തൃക്കാക്കരക്കാർക്ക് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു? ഇപ്പോൾ തൃക്കാക്കരയിൽ പാലാരിവട്ടം മുതൽ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ വരെ ഏതാണ്ട് ബ്ലോക്കാണ് മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധം. അവിടെയാണ് സാറിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബദൽ ഗതാഗതം ഒരുക്കുന്നതിന് എങ്ങനെ സാധ്യമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. സാറിൻ്റെ ശ്രദ്ധയിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവില്ല. സാറ് സഞ്ചരിക്കുന്ന പല റോഡുകളും 2015-20 കാലത്ത് ബദൽ ഗതാഗത സൗകര്യം അന്നത്തെ നഗരസഭ ഒരുക്കിയതാണ്. അങ്ങനെ ഒരുക്കപ്പെട്ടത് 14 റോഡുകളാണ്. എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കാക്കനാട്ടിലേക്കുള്ള വാഹനങ്ങൾ മരോട്ടിച്ചൂട് മുതൽ ദേശീയ കവല വരെയാണ് ആ വഴിയാണ് വരുന്നത്. അല്ലാത്ത വഴിയൊക്കെ കരിമക്കാട് കയറിയും വരും. ഈ 2 റോഡുകളും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയത് 2018-ലാണ്.
അതിനുശേഷം ഇപ്പോൾ സാറൊക്കെ താമസിക്കുന്നത് പടമോൾ ആ ഭാഗത്താണ്. പടമോൾ ജംഗ്ഷനിൽ നിന്നൊന്നും തിരിഞ്ഞു പോകാൻ പറ്റില്ല. വാഴക്കാല പാപ്പാളി ഗ്രൗണ്ട് മുതൽ നമ്മുടെ പടമുകൾ പാലച്ചോട് റോഡ് വരെ വരുന്ന ആ റോഡ് വലിയ വിവാദം ഉണ്ടായ റോഡാണ്. ഒരു കൗൺസിലർ സത്യാഗ്രഹം കിടക്കേണ്ടി വരും ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി. ആ കൗൺസിലർ റോഡ് ഉണ്ടായിരുന്നു, നഗരസഭ ഉണ്ടാക്കിയെടുത്തതാണ്. ഇന്ദിരാ ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ഈച്ചമുക്ക് ടി വി സെന്റർ നാസറൊക്കെ പ്രദാനം ചെയ്യുന്ന ഡിവിഷനിൽ കയറി വരാവുന്ന റോഡ് സാറിൻ്റെ വീടിൻ്റെ, അത് അന്നത്തെ കാലത്ത് 2018 തന്നെ ആ നഗരസഭ തയ്യാറാക്കിയതാണ്. ജംഗ്ഷനിൽ നിന്ന് ജയിലിലേക്ക് പോകുന്ന റോഡ് പലരും ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ റോഡായതുകൊണ്ട് PW റോഡായിട്ട് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഈ റോഡിന്റെ പേര് പറയുന്നത്. അതും ആ കാലത്ത് നഗരസഭ തയ്യാറാക്കിയതാണ്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ ഭാരതമാത കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ റസിയ നിഷാദിന്റെ ഡിവിഷനിലൂടെ കടന്നു പോകുന്ന മനോഹരമായ റോഡ് കണ്ട പൊതുമരാമത്ത് റോഡായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നഗരസഭ 2018 തയ്യാറാക്കിയതാണ്. ഈ പഴയ പോലീസ് സ്റ്റേഷന്റെ അടുത്തുനിന്ന് കോളേജിന്റെ അടുത്തേക്ക് എത്തിച്ചേരാവുന്ന ആ റോഡിന്റെ മനോഹാരിത കണ്ട പൊതുമരാമത്താണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ റോഡ് 2018 നഗരസഭ തയ്യാറാക്കിയതാണ്. കാക്കനാട് ജംഗ്ഷനിൽ നിന്ന് വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കുന്നിപ്പാടം വഴി കൊല്ലംകുടികൾ വരെ എത്തിച്ചേരുന്ന റോഡിന്റെ മനോഹാരിത കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് നഗരസഭ തയ്യാറാക്കിയ റോഡാണ്. നവോദയ മില്ലുംപടി ജംഗ്ഷനിൽ നിന്ന് കൊല്ലംകുടികളിലേക്ക് വാനാച്ചിറ കൂടി കടന്നു വരുന്ന ധാരാളം വാഹനം പോകുന്ന സ്ഥലമാണ്. ആ റോഡിന്റെ മനോഹാരിത കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവിടുത്തെ കൗൺസിലറായിരുന്ന ഒരാളാണ് ഉപയോഗിക്കുന്നത്, മുൻ കൗൺസിലറുടെ അപ്പുറത്ത് നിൽക്കുന്നു. 2 നിഷാദും പ്രദീപുമായിരുന്നു അവിടുത്തെ കൗൺസിലർമാർ. തെങ്ങോട് വായനശാല ജംഗ്ഷനിൽ നിന്ന് തെങ്ങോട് തേവക്കൽ റോഡുമായി ബന്ധിപ്പിക്കുന്ന വായനശാല കുഴിക്കാല റോഡ് കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പൊതുമരാമത്തിന്റെ അല്ല നഗരസഭയുടെ. മനക്കക്കടവ് ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ തെങ്ങോട് സ്കൂൾ വഴി വായനശാല എടച്ചിറ പൊതുമരാമത്ത് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ റോഡ് കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് നഗരസഭ തയ്യാറാക്കിയ റോഡാണ്. കാക്കനാട് BSNL ജംഗ്ഷനിൽ നിന്ന് നിലമ്പഴിഞ്ഞി MOP നാറ് വഴി നിലമ്പഴിഞ്ഞി ജംഗ്ഷൻ വരെ എത്തിച്ചേരുന്ന റോഡ് കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 2018 നഗരസഭ തയ്യാറാക്കിയ റോഡാണ്. നിലമ്പഴിഞ്ഞി ജംഗ്ഷനിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റോഡ് കണ്ടാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് പൊതുമരാമത്തിന്റെ അല്ല നഗരസഭ തയ്യാറാക്കിയ റോഡ്. ഇത്തരത്തിൽ 14 റോഡുകളാണ് അക്കാലത്ത് ഭാവനയോടുകൂടി ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി BMDC നിലവാരത്തിൽ റോഡുകൾ കൈകാര്യം ചെയ്യാൻ നഗരസഭയെ പ്രാപ്തമാക്കി. പക്ഷെ കോവിഡൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പല വർക്കുകളും എസ്റ്റാബ്ലിഷ് ചെയ്യാനാവില്ല. അതൊരു സത്യമാണ്. ഈ യാത്ര ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെയൊക്കെ ധാരണ ഇതൊക്കെ പൊതുമരാമത്തിന്റെ ആയിരിക്കും എന്നാണ്. അപ്പോൾ അത്തരം ഇനിയും ആ നിലയ്ക്ക് ബദൽ സൗകര്യം ഒരുക്കാവുന്ന ചെറിയ ചെറിയ റോഡുകളുണ്ട്. അത് ഒരുക്കുമ്പോഴാണ് എവിടെയെങ്കിലും ട്രാഫിക് പ്രശ്നം വന്നാൽ നമുക്ക് ഏതിലെങ്കിലും കയറി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനാവും. അല്ലെങ്കിൽ നിരനിരയായി വരിയായി വഴികളിൽ കിടക്കേണ്ട അവസ്ഥയ്ക്ക് ഇനിയും നമ്മൾ പോകും. മറിച്ച് മറ്റു വലിയ നിലയ്ക്കുള്ള വികസന ഡെവലപ്മെന്റ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വരണം, അതിനൊരു തർക്കമില്ല. ആ അഭിപ്രായത്തിനോട് ഞങ്ങൾ യോജിക്കുകയാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ മേൽപ്പാലം, അതുപോലെ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ലഭ്യതക്കുറവ് വരുന്ന സന്ദർഭത്തിൽ ഫില്ലറിൽ പുതിയ റോഡുകൾ, ആധുനിക നിലവാരത്തിലേക്ക് റോഡുകൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം, ഇതെല്ലാം ഒരുക്കിക്കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യം വികസിച്ച് വരുമ്പോൾ തന്നെ ജനതയുടെ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രോജക്റ്റുമാണ്. കുരുന്നുകളുടെ വികസനത്തിൽ നിന്ന് തുടങ്ങണം. ഇന്ന് ധാരാളം ഡേ കെയറുകളുള്ള നഗരസഭയാണ് നമ്മൾ. എന്തുകൊണ്ട് ഓരോ പ്രദേശത്തും നമുക്ക് നഗരസഭയ്ക്ക് തനതായി ഡേ കെയറുകൾക്ക് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ 1 രൂപ പോലും ഒരു രക്ഷകർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പോകാത്ത സൗകര്യം ഒരുക്കാവുന്ന നഗരസഭയാണ്. ഞാനൊരു സമയപരിധിയുള്ളതുകൊണ്ട് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളോട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ ഇക്കാര്യത്തിലും ആ കാലത്ത് ഞങ്ങൾ ശ്രദ്ധേയമായ ഒരു ഇടപെടലുകൾ എടുത്തു. ഇപ്പോൾ വാർഡ് 2 ഇവിടെ അജിനോട് ഇരിപ്പുണ്ടാണ്. നല്ല മനോഹരമായ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 33 പള്ളിക്കാർ കുറച്ച് സ്ഥലം തന്നു, അവിടെ ഞങ്ങൾ മനോഹരമായ ഒരു അംഗൻവാടി ഉണ്ടായി. ഇവിടെ നാസറി ഇരിക്കുന്നുണ്ട്. 24 നല്ല മനോഹരമായ കുഞ്ഞുമാഷിൻ്റെ പേരിൽ കുറച്ച് ആളുകൾക്കൊക്കെ വന്നിരിക്കാനും മറ്റ് ആക്ടിവിറ്റീസിനൊക്കെ കഴിയുന്ന രൂപത്തിൽ നല്ല ഒന്നാന്തരം അംഗൻവാടി.
35 മരിച്ചുപോയി TM അഷ്റഫ്. ആ TM അഷ്റഫ് താമസിക്കുന്ന ഒരു രാജീവ് ദശലക്ഷ പാർപ്പിട പദ്ധതിയോട് ചേർന്ന് മനോഹരമായ ഒരു അംഗൻവാടി ആ പീരീഡിൽ നമുക്ക് പൂർത്തീകരിച്ചെടുക്കാനായി. പൊതു ഇടങ്ങൾ എങ്ങുമില്ല, പക്ഷെ മനോഹരമായ ഒരു പൊതു ഇടം 6-ാം വാർഡിൽ നമുക്ക് സ്ഥാപിതമാക്കാനായി. 6-ാം വാർഡിൽ ഗെയിൽ പൈപ്പിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി മനോഹരമാക്കി അവിടെ വൈകുന്നേരങ്ങളും രാവിലെയും നടത്തത്തിനും മറ്റ് വിനോദത്തിനും ഉപയോഗിക്കാവുന്ന വിധത്തിലുള്ള മനോഹരമായ, മാഷിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഒരു മനോഹരമായ പൊതുവിടമുണ്ടെന്നാണ്. അതുപോലെ തന്നെ പട്ടാളം മരിച്ചുപോയി അദ്ദേഹം. പട്ടാളം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുക, അദ്ദേഹം അങ്ങനെ പറഞ്ഞാലാണ് അദ്ദേഹം TM അഷ്റഫിന് പെട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം കാട് പിടിച്ച് കിടന്ന് NGO ക്വാർട്ടേഴ്സിൽ, ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ജില്ലാസ്ഥാനം കാട് പിടിച്ചെടുക്കുകയാണ്. കാട് പിടിച്ച് കിടന്ന് NGO ക്വാർട്ടേഴ്സ് ജംഗ്ഷൻ അദ്ദേഹം മനോഹരമാക്കി ഒരു പാർക്കാക്കി മാറ്റി. ഡീസെൻട്രലൈസ് ചെയ്ത് മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയുന്ന നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന മനസ്ഥിതിക്കെതിരായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. അതാണ് തൃക്കാക്കരയിൽ ഏറ്റവും ആവശ്യം. പൊതുവിടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയാമെന്ന സംസ്കാരം വർദ്ധിച്ചു വരുന്ന ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്കാവണം. 200 കോടിയുടെ വികസനം 5 കൊല്ലമാകുമ്പോൾ എത്ര കോടിയായിരിക്കും? എന്തൊക്കെ ചെയ്യാനാവും? ഭാവനാപൂർണമായി, നല്ല ക്രെഡിബിലിറ്റിയോടുകൂടി, നല്ല ഇച്ഛാശക്തിയോടുകൂടി, ഭരണ പ്രതിപക്ഷ യോജിപ്പോടുകൂടി നടത്തിയെടുക്കാനായാലോ? ഭരണം നടത്തുന്നവരെല്ലാവരെയും യോജിപ്പിച്ച് നടത്തിയെടുക്കാനാവണം. അങ്ങനെ നടത്തിയെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഈ സെമിനാറിൽ പകർന്നു നൽകണം. ഈ സെമിനാറിൽ ഉയർന്നു വരുന്ന നിർദ്ദേശം അത് ഒരു പ്രകടന പത്രികയാക്കി ഗവൺമെന്റിന് മുമ്പിൽ പോകേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിന് മുന്നിലേക്കും എത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമായ നിലപാട് CPIM-ന്റെ തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ നിങ്ങൾ തെറ്റിദ്ധരിക്കുക, ഒരു സെമിനാറൊക്കെ ഏരിയ സെക്രട്ടറി തന്നെ വേറെ ആരെങ്കിലും കിട്ടൂല. ഇവിടെ ഒരു തിരിഞ്ഞു വരുന്ന ഗവൺമെന്റിൽ പോകേണ്ട നിർദ്ദേശം, ഈ നഗരസഭയുടെ പുറത്തു പോകേണ്ട നിർദ്ദേശം, ആ നിർദ്ദേശത്തിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ട ആളുടെ സാന്നിധ്യത്തിൽ തന്നെ അത് ചർച്ച ചെയ്യണമെന്നുള്ള ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അവരവരുടെ ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് രാജ് നിയമം സംവിധാനം ചെയ്തിട്ടുള്ള ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടി കാണുന്നത് തൃക്കാക്കര പഞ്ചായത്തായിരുന്നപ്പോഴും മുനിസിപ്പാലിറ്റി ആയിരിക്കുമ്പോഴും സ്ഥിരം ഓരോ ദിവസവും പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പരസ്പരമുള്ള കലഹങ്ങളാണ് കാണുന്നത്. അതൊന്ന് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ തൃക്കാക്കരയിലേക്ക് ധാരാളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തൃക്കാക്കര അറിയാതെ കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വൻകിട പ്രോജക്റ്റുകൾ, പദ്ധതികൾ ചുരുങ്ങിയ കാലത്തിനായി കടന്നു വരികയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പിന്നാലെ സ്വകാര്യ സംരംഭകർ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇതൊരു മഹാനഗരമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ മഹാനഗരമായിട്ട് മാറിയപ്പോൾ ആ നഗരത്തിൻ്റെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ സ്റ്റിയറിംഗ് നടത്തേണ്ട ആളുകളാണ് ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ ഗ്രാമപഞ്ചായത്തും ഇപ്പോൾ നഗരസഭയും. അപ്പോൾ കേരളത്തിലെ ഏത് നഗരസഭ ഇവിടെ പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ വരുമാനമുള്ള, പിരിച്ചെടുത്താൽ കോടാനുകോടി വരുമാനമുള്ള 200-ഓ 300-ഓ അതിൽ കവിഞ്ഞോ വരുമാനം ഓരോ വർഷവും സംഭരിക്കുവാൻ കഴിയുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര. അപ്പോൾ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിക്ക് നമുക്കിത് സ്വന്തമാക്കി മാറ്റുവാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മാത്രം വായിക്കാം. മാലിന്യങ്ങൾ പരമാവധി ഉറവിടത്തിൽ വെച്ച് തന്നെ സംസ്കരിക്കുക. അതിനായി പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക. ഓരോ ഡിവിഷനുകളിലും സ്ഥല ലഭ്യത അനുസരിച്ച് തുമ്പൂർ ബീവി മോഡൽ എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കുക. പുതിയ വില്ലാ പ്രൊജക്ടുകൾക്കും ഫ്ളാറ്റുകൾക്കും നിർമ്മാണാനുമതി നൽകുമ്പോൾ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഹോട്ടലുകൾ, മീറ്റ് സ്റ്റാൾ, ചിക്കൻ സ്റ്റാൾ മുതലായ
മുതലായവയ്ക്ക് അനുമതി നൽകുമ്പോൾ മാലിന്യ സംസ്കരണത്തിന് സൗകര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നഗരസഭ ശേഖരിക്കുന്ന മാലിന്യം തരംതിരിക്കുന്നതിന് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി വിപുലപ്പെടുത്തുന്നതിനുള്ള സ്ഥലം കണ്ടെത്തണം. കിടപ്പ് രോഗികൾ ഉപയോഗിക്കുന്ന ഡയപ്പർ പോലുള്ള മെറ്റീരിയൽ സംസ്കരിക്കുന്നതിന് ശാസ്ത്രീയമായ ഇൻസിനറേറ്റർ നഗരസഭ വിവിധ ഇടങ്ങളിൽ സ്ഥാപിക്കുക. മാലിന്യം പൊതുസ്ഥലത്തോ ജലസ്രോതസ്സുകളിലോ നിക്ഷേപിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയും കനത്ത പിഴ ചുമത്തുകയും ചെയ്യുക. ഏതുതരം മൃഗങ്ങൾ ചത്തുപോയാലും അവയെ മറവ് ചെയ്യുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കുക. അടുത്തത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജപ്പെടുത്തുക. ശാസ്ത്രീയമായി മാലിന്യ നിർമ്മാർജ്ജനം. എല്ലാവർക്കും സുലഭമായി കുടിവെള്ളം നൽകുക. ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി. തെരുവുനായ നിയന്ത്രണം ABC പോലെയുള്ളവ. മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനുള്ള കർമ്മ പരിപാടി. ഇതൊക്കെയാണ് ആരോഗ്യത്തിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. തൃക്കാക്കരയ്ക്ക് വേണ്ടി സമഗ്രമായ കുടിവെള്ള പദ്ധതി ദീർഘവീക്ഷണത്തോടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. നഗരസഭയുടെ കിഴക്കൻ മേഖലയ്ക്ക് വേണ്ടി തുടങ്ങിവെച്ച തെങ്ങോട് കുടിവെള്ള പദ്ധതി വിപുലീകരിച്ച് പ്രവർത്തനക്ഷമമാക്കുക. കൂടുതൽ ചെറുകിട സൂക്ഷ്മ കുടിവെള്ള പദ്ധതികൾ കണ്ടെത്തി നടപ്പിലാക്കുകയും അവയുടെ നടത്തിപ്പും പരിപാലനവും നഗരസഭ ഏറ്റെടുക്കുകയും ചെയ്യുക. നിലവിൽ മുടങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ കുടിവെള്ള പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും നഗരസഭ ഏറ്റെടുക്കുക. ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അത്തരം സ്രോതസ്സുകൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ജല അതോറിറ്റി നിലവിൽ ആലുവയിൽ നിർമ്മിക്കുന്ന 190 MLD പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിക്കാനും യൂണിവേഴ്സിറ്റി പമ്പ് ഹൗസിനോട് ചേർന്ന് തൃക്കാക്കരയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന 10 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ഗ്രൗണ്ട് ലെവൽ ടാങ്കിന്റെയും നിർമ്മാണവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുന്നതിനായി നഗരസഭയുടെ ശക്തമായ ഇടപെടലുകളിലൂടെ അമൃത് 2 കിഫ്ബി ഫണ്ട് തുടങ്ങി ഉപയോഗപ്പെടുത്തുക. ഭൂഗർഭ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക. എല്ലാ കെട്ടിടങ്ങൾക്കും മഴവെള്ള സംഭരണി നിർബന്ധമാക്കുക. പൊതുകിണറുകൾ എല്ലാം മഴവെള്ള സംഭരണികളാക്കുകയും കനാലുകളെ വെള്ളം ഒഴുകുന്നതിന് പ്രാപ്തമാക്കുകയും ചെയ്യുക. പൊതു തോടുകളും കുളങ്ങളും മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുക. ഇത്തരം നിർദ്ദേശങ്ങളാണ്. സാംസ്കാരിക മേഖല ഇതാണ് എൻ്റെ വിഷയം. മാറുന്ന കാലത്തിനും ലോകത്തിനും അനുസരിച്ചുള്ള വരാനിരിക്കുന്ന കാലത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, ഈ വിദ്യാഭ്യാസത്തിലൂടെ ലോക നിലവാരമുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ കഴിയും. അവിടെ ഒരു വേസ്റ്റ് ബിൻ കൊണ്ടുപോയി വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അത്തരം വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾക്ക് മനസ്സിലാവും. അവിടെ ഒരു ചെടി വളരുന്നത് കണ്ടാൽ എങ്ങനെ പരിപാലിക്കണമെന്ന് മനസ്സിലാവും. അവിടെ മൃഗങ്ങളെയും മനുഷ്യരെയും ജീവനുള്ളവയും ജീവനില്ലാത്തവയെയും നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എത്ര വിലമതിക്കണമെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം മതത്തിന്റെ തീവ്രമായ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു ചാടി മാനവികതയുടെ പൗരന്മാരാകാൻ കഴിയും. പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് തൃക്കാക്കര മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും ജില്ലാ കളക്ടറേറ്റിന്റെ കേന്ദ്രവും വിവിധങ്ങളായ ചെറുതും വലുതുമായ വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം എന്ന വരവോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് അനുദിനം വന്നു പോകുന്ന ഒരു നഗരവൽക്കരണ പ്രദേശമാണ് തൃക്കാക്കര. ഇൻഫോ പാർക്കിൽ മാത്രം ഡയറക്റ്റ് 75,000-ഓളം IT പ്രൊഫഷണൽ ജോലി ചെയ്യുന്നുണ്ട്. അനുബന്ധ ജോലിക്കാരുണ്ട്. ഇപ്പോ ഇൻഫോ പാർക്കില് 3ാം ഫേസ് 2 സർക്കാർ ലാൻഡ് ബാങ്ക് 300 ഏക്കറോളം എടുക്കാൻ പോവാണ്. ഇതെല്ലാം തൃക്കാക്കരയുടെ തൊട്ട് അടുത്താണ് വരുന്നത്. മെട്രോ റെയിലിങ്ങോട് വരുന്നു. ജല മെട്രോ ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നു. നിങ്ങൾ തൃക്കാക്കരയിലെ താമസക്കാരുടെ എണ്ണം അനുദിനം എന്നോണം വർദ്ധിച്ചു. ഇപ്പൊ തൃക്കാക്കരയുടെ ഈ ജനബാഹുല്യം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കുടിവെള്ള പദ്ധതികളോ ഗതാഗത സൗകര്യങ്ങളോ മറ്റു പശ്ചാത്തലങ്ങളോ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ എല്ലാം പിടിപ്പുകേടും കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ നമുക്ക് നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് 38ഓളം അവാർഡുകൾ നേടിക്കൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോകണം. അതിൻ്റെ ഒപ്പം തൃക്കാക്കര എത്തുന്നില്ല. ഒരു സ്ഥലത്തുമില്ല. ലൈഫിൽ ഒരു വീടും വെച്ചു കൊടുത്തിട്ടില്ല. കുടിവെള്ള പദ്ധതിക്ക് വ്യക്തമായ പ്ലാനില്ല. പാലാരിവട്ടത്ത് ഒരു കുട്ടി ജോലിക്ക് പോണെങ്കിൽ ഇപ്പൊ ശരിക്കും കാക്കനാടിന് 10 മിനിറ്റ് മതി പാലാരിവട്ടത്ത്. പക്ഷെ 1.5 മണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരുന്ന സ്ഥിതിയാണ്. അപ്പൊ കൃത്യമായ ദിശാബോധവും കാര്യങ്ങളും
മറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ സംവിധാനങ്ങൾ പോകുന്നത്. വളരെ നന്നായിരുന്നു, ആഗ്രഹിച്ച പോലാണ്. ആണോ? തൃക്കാക്കര പോലെയുള്ള IT നഗരത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടിയിരുന്നു. ഇപ്പോഴും ഒരുപാട് പിന്നിട്ടു. ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് ഒരുപാട് പുറകിലാണല്ലോ. അതിനെക്കുറിച്ച് ഇപ്പം ഇന്ന് നടന്ന മീറ്റിങ്ങിൽ ഉള്ള തീരുമാനം എന്തായിരുന്നു? ഇന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ചത് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് റോഡ് സിസ്റ്റത്തിൻ്റെ കാര്യം, ഗതാഗതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ജനകീയാസനം മുതൽ നമ്മുടെ ഒരുപാട് റോഡുകൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും ഗതാഗത യോഗ്യം വളരെ കുറവാണ്. കാരണം അതിൻ്റെ വേണ്ട സമയത്ത് മെയിൻ്റനൻസോ കയ്യേറ്റങ്ങളോ അതുപോലെ വെള്ളക്കെട്ടുകളോ അതിനുള്ള സൗന്ദര്യവൽക്കരണമോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. റോഡ് കാട് പോലെ പോകുന്നു. അതിനുള്ള പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ച് കണ്ട് പൊതുസ്ഥലങ്ങൾ ഇപ്പം നമുക്കൊരു പൊതുസ്ഥലമില്ല, അത് സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ഇരിപ്പിടങ്ങളും ശുചീകരണം അത് വളരെ ശൗചാലയം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നു. ചർച്ച നടന്നെങ്കിലും അത് നന്നായിട്ട് നടപ്പാക്കണം, വൃത്തി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യം ഇല്ല, ഒരുപാട് പുറകിലാണ്. അതുപോലെ ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് വന്നിട്ടുണ്ടെങ്കിലും ബിൽഡിംഗ് നിയമങ്ങളോ അതിന് വേണ്ടുന്ന പൊതുസ്ഥലങ്ങളോ മാലിന്യ നിർമ്മാർജ്ജനമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇന്ന് വരെ നടന്നിട്ടില്ല, നടക്കുന്നതുമില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ വേസ്റ്റ് മാലിന്യ സംസ്കരണത്തെ പറ്റിയാണ് പറയാനുള്ളത്. അത് മാലിന്യ സംസ്കരണം ഇവിടെ അടുത്ത് തന്നെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വരണമെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പോൾ സാർ പറഞ്ഞ കാര്യം ഞാൻ കത്ത് പിടിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെയധികം മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കുറച്ച് അകലെയുള്ള സ്ഥലം എടുത്തു കഴിഞ്ഞിട്ട് അവിടെ വേണം നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. സെമിനാർ വളരെ പ്രസക്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തെ മുന്നോട്ട് ചലിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത് ഒരു അത്ഭുതമൊന്നുമല്ല, ഇത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് ഇപ്പോൾ കുറച്ചും കൂടെ ഓപ്പണായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് ഏറ്റവും സജീവമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ചർച്ചയിലോ സെമിനാറിലോ ഒതുക്കരുത്. അതിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞതുപോലെ തന്നെ സെമിനാറിലോ ഒതുക്കതല്ല, ഇതിൽ പറഞ്ഞ കാര്യങ്ങളെ എടുത്തിട്ട് ഈ നഗരസഭയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ കുറേ ഭാഗങ്ങളാണ്. ഒരു സെമിനാറിൽ മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ റോഡും ഒക്കെ ആയിട്ട്, വഴി ഗതാഗതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ജനജാഗ്രതാ സമിതി പോലെയുള്ള ജാഗ്രതാ സമിതികൾ പോലെയുള്ള സാധനം വളരെ ഏത് പ്രശ്നത്തിനും സ്ത്രീകൾക്ക് ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം വളരെ പരിമിതമാണ്. ഈ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചെറിയ തോതിൽ തുടങ്ങിയ ആളുകളുടെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ പോലെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ എന്തായാലും ഈ ഒരു സെമിനാർ കൊണ്ടുവന്നത് ഏറ്റവും നന്നായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഏറ്റവും നല്ല കാര്യം. നമ്മുടെ തൃക്കാക്കരയുടെ ഒരു സാമൂഹിക പ്രവർത്തകനാണ്, മാധ്യമ പ്രവർത്തകനാണ്, ജനങ്ങളുടെ പല കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണ് സുനിൽനാഥ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലെയല്ല CPIM. ജനങ്ങളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ട് തന്നെ പോകുന്ന, ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്തരമൊരു സെമിനാർ നടത്തിയത് വളരെ ശ്ലാഘനീയമായ സംഗതിയാണ്. എനിക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, കാക്കനാട് പോലത്തെ ഒരു പ്രദേശത്ത് പൊതുവെ ആളുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ വരുന്ന ആളുകൾ, ചർച്ചയ്ക്ക് വരുന്നവരും കേൾക്കുവാനിരിക്കുന്നവരും ഒക്കെ മഹാഭൂരിപക്ഷവും 2 വീലറിൽ വരുന്നവർ, കാറിൽ വരുന്നവർ ആണ് മഹാഭൂരിപക്ഷവും. കാൽനടക്കാരൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക്, കുട്ടികൾക്ക് നിർഭയമായി 1 കിലോമീറ്റർ നടന്നു പോകാൻ പറ്റാത്ത ഒരു പ്രദേശമാണ് ഈ കാക്കനാടിൻ്റെ ഹൃദയഭാഗം, സീപോർട്ട് എയർപോർട്ട് റോഡ് പ്രത്യേകിച്ച്. അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പിന്നെന്ത് ജനാധിപത്യമാണ് പുലരുന്നത്? മറ്റൊന്നെനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, കാക്കനാട് വന്ന് ഇറങ്ങുന്ന, കാക്കനാടിൻ്റെ കളക്ട്രേറ്റിൻ്റെ പരിസരത്ത് വന്ന് ഇറങ്ങിയാൽ ആകെ കൺജസ്റ്റഡാണ്. എങ്ങോട്ട് പോകണം എന്ന ആളുകൾക്കറിയില്ല. ഞാൻ കാക്കനാട് 35 വർഷമായി ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് എവിടെ നിന്നാൽ എങ്ങോട്ട് പോകാം, ഏതൊക്കെ ബസ് കിട്ടും എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ജില്ലയുടെ പല ഭാഗത്തു നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്നവർ,
ഇൻഫോ പാർക്കിൽ പോകാൻ വരുന്നവർ, കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോണിലേക്ക് പോകാൻ വരുന്നവർ, അങ്ങനെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വരുന്ന ആളുകളുണ്ട്. ഇവർ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകണമെങ്കിൽ ആലുവയിൽ പോകാൻ എവിടെ നിന്നാൽ ബസ് കിട്ടും, തൃപ്പൂണിത്തറയിൽ പോകാൻ എവിടെ നിന്നാൽ ബസ് കിട്ടും, അതുപോലെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകാൻ എവിടെ നിന്നാൽ ബസ് കിട്ടും. ഇവർക്കറിയില്ല, തെറ്റി എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കും. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കൃത്യമായി ഉണ്ടാക്കാൻ കഴിയാത്ത കളക്ടറുടെ മൂക്കിന് താഴെ, ഈ കളക്ടർക്കൊന്ന് നടന്ന് കണ്ടുകൂടെ ഒരിക്കലെങ്കിലും? അദ്ദേഹം ഇത് കേൾക്കണം. നിങ്ങൾ കാറിൽ കയറി ഈ സിവിൽ സ്റ്റേഷൻ്റെ ഗേറ്റിൽ കൂടെ അകത്ത് കയറി തിരിച്ചു പോകുന്നു. അത്തരമൊരു ഭരണാധികാരി വെറും ഉദ്യോഗസ്ഥനാണ്. ശരി, നിങ്ങളൊന്ന് നടന്നൊന്ന് കണ്ടു നോക്കൂ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. നടക്കാൻ വഴിയില്ല. പോട്ടെ, ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഈ തൃക്കാക്കരയിലുണ്ടോ? കാക്കനാടുണ്ടോ? ഇൻഫോ പാർക്ക് ഭാഗത്ത് നിന്ന് ഒക്കെ നിരവധി KSRTC ബസ്സുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുണ്ട്. അതാണ് പ്രത്യേകത. ഈ കാക്കനാട് നിന്നും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട്. പക്ഷേ എപ്പോൾ എവിടെ നിന്നാൽ ഏത് ബസ് എങ്ങോട്ട് കിട്ടും ആർക്കും അറിയില്ല. കൃത്യമായിട്ടുള്ള ദിശാബോധങ്ങൾ അങ്ങനെ KSRTC ബസ് എവിടെയെങ്കിലുമൊക്കെ നിർത്തും. അപ്പോൾ അത്യാവശ്യം വേണ്ടത് ഇവിടെ KSRTC ബസ് സ്റ്റാൻഡിന് വേണ്ടി ചെറിയൊരു സ്ഥലം എടുത്തിട്ടുണ്ട്. അത് പതിറ്റാണ്ടുകളായി ഞാൻ കേൾക്കുന്നതാണ്. ആ സ്ഥലം പോരാ. KSRTC ബസ് സ്റ്റാൻഡ് ഞാൻ കാക്കനാട് സിവിൽ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ പുതിയ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനൊക്കെ അപേക്ഷ സമർപ്പിച്ചു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. മറുപടി ഒന്നും വന്നില്ല. എന്തായാലും ഇത് ആളുകൾ ശ്രദ്ധിക്കണമെന്നും ഇതൊരു വിഷയമായി ഏറ്റെടുക്കണമെന്നും അടിയന്തരമായി KSRTC ബസ് സ്റ്റാൻഡും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കുറഞ്ഞ പക്ഷം ഞങ്ങൾ പാവങ്ങൾക്ക് അതെങ്കിലും തരൂ എന്നാണ് പറയാനുള്ളത്. നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമീപനം സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൃക്കാക്കരയിൽ ഇവിടെ ഈ വികസന സെമിനാർ നടത്തിയിട്ടുള്ളത്. തൃക്കാക്കര നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അനുദിനം വികസിച്ചു വരുന്ന ഒരു നഗരപ്രാന്ത പ്രദേശമാണ്. ഒരു മെട്രോപോളിസായിട്ട് വികസിക്കാനുള്ള സാധ്യതകൾ വളരെയേറെ ഉള്ള ഒരു സ്ഥലമാണിത്. അത് കണക്കിലെടുത്തിട്ട് ഇതിൻ്റെ വികസന പ്രശ്നങ്ങൾ, അതായത് പ്രാഥമിക തലത്തിലുള്ള തുടങ്ങി കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വികസിച്ച വലിയ നഗരങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് തരംതിരിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട സ്ഥിതിവിശേഷമുണ്ട്. ആ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു സമീപനം ഇവിടെ സ്വീകരിച്ചത് വളരെ ഉചിതമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുടിവെള്ളം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം, ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ പ്രോബ്ലം, പിന്നെ തൃക്കാക്കരയുടേതായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വലിയ ഒരു ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി ചുറ്റുമുള്ള ഒരു മേഖലയാണിത്. ITയുടെ വികസനമുണ്ട്, വിവിധ ഗവേഷണ വികസന സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, അതുപോലെ കോളേജുകളും, അങ്ങനെ വലിയൊരു വികസന മേഖല ഈ പ്രദേശത്തിന് ചുറ്റുമുണ്ട്. അവയുടെയൊക്കെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന തരത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട്സ് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ നഗരത്തിനുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം ഇതിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഏറ്റവും ഉചിതമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ അവതരിപ്പിച്ച വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടോ അത് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സംവിധാനം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിലേക്ക് കൂടി നിർദ്ദേശങ്ങൾ നൽകണമെന്നും അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അവസാനം ഈ തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നഗരസഭയായി മാറ്റുന്നതിനുള്ള ഒരു രേഖ തയ്യാറാക്കി വരും കാലങ്ങളിൽ അത് നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പ് ഈ സെമിനാറിന് വേണ്ടി, ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഏതായാലും നിരവധി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് വന്നത്. നമ്മൾക്കറിയാം, തൃക്കാക്കരയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഗതാഗതം, അതുപോലെ തന്നെ കുടിവെള്ളം, മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ ബസ് ടെർമിനൽ, അങ്ങനെ ഓപ്പൺ സ്പേസ്, അങ്ങനെയുള്ള ഒരുപാട് പോരായ്മകൾ തൃക്കാക്കര അല്ലെങ്കിൽ IT നഗരത്തിന് പോരായ്മകൾ ഒരുപാടുണ്ട്. അതെല്ലാം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ അതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് നടക്കുമ്പോൾ ആ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നത് വളരെ നല്ല ഒന്ന് തന്നെയാണ്. ഇത് മറ്റുള്ളവരൊക്കെ ഒരു മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.